എൻ്റെ പേര് ഹരിദാസനാണ്. മൂന്നൂർ സ്വദേശം, മലപ്പുറം ജില്ല. എനിക്ക് തൊഴിൽ കൃഷിയാണ്. ഹലോ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഫാർമദാസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിദാസൻ, മൂന്നൂർ സ്വദേശം, മലപ്പുറം ജില്ല, കേരളം. 1970 സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു. ഞാൻ അച്ഛനും അമ്മയും മുത്തശ്ശിയും 7 സഹോദരങ്ങളും കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കാലഘട്ടം. കുടുംബത്തെ അനുഗമിച്ച് ഞാനും മണ്ണിലേക്ക് ഇറങ്ങി. ചക്രം ചവിട്ടിയും തേവിയും കൊത്തിക്കിളച്ചും ഉഴുമാടുകളെ കൊണ്ട് ഉഴുതും ഞാറ് പറിച്ചും നടുന്നതും കള പറിക്കുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം കയ്യാളുകൾ. കഠിന പ്രയത്നം, മെഷീനറികളൊന്നുമില്ലാത്ത കാലം. പരമ്പരാഗത കൃഷിരീതി അധ്വാനവും കൂലിച്ചെലവും കൂടുതൽ. വിളവെടുപ്പ് കഴിഞ്ഞ് കണക്ക് നോക്കിയാൽ സാമ്പത്തിക നഷ്ടം. ഒരു ലാഭം അവിടെ ഉണ്ടാകുന്നുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുന്ന സംതൃപ്തി. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങളും ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ പ്രതിരോധിച്ച് ആരോഗ്യമുള്ള കുടുംബം. അത് നിസ്സാരമായ ലാഭമല്ല. കൃഷി ചെയ്ത് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയാത്തതിനാൽ പതിയെ കുടുംബാംഗങ്ങളും നാട്ടുകാരായ സുഹൃത്തുക്കളും കൃഷിയിൽ നിന്നും പിന്മാറി. ചക്രം ചവിട്ട്, തേക്ക്, തെങ്ങാറ്റം ഇതൊക്കെ സ്പോർട്സ് സ്പിരിറ്റോടെ എനിക്ക് മത്സരമായി. അതിനൊപ്പം കൃഷി ലഹരിയായി. പരമ്പരാഗത കൃഷിയോടൊപ്പം ശാസ്ത്രീയമായ കൃഷിയിലേക്ക് ചുവട് മാറ്റി. മണ്ണ് പരിശോധിച്ചും നല്ല പ്ലാൻ ചെയ്ത് ശാസ്ത്രീയമായ രീതിയിൽ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടത്ര നൽകിയും കൃഷി രീതിയിൽ മാറ്റം വരുത്തി. നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെ നടത്തും എന്ന് ചിന്തിച്ചും മണ്ണിൽ വിത്തിടുന്നതിന് മുമ്പ് മനസ്സിൽ വിത്തിട്ട് പരിപാലിച്ച് പൂവും കനികളും വളർത്തി വിപണനം വരെ പ്ലാൻ ചെയ്താണ് ഇന്ന് ഞാൻ കൃഷി ഇറക്കുന്നത്. 80 ഏക്കർ വരെ നെൽകൃഷി ചെയ്തിരുന്നു. സ്ഥലം ലഭ്യതമല്ലാത്തതിനാൽ പാട്ടത്തിന് സ്ഥലം ലഭ്യമെത്താൻ ഇപ്പോഴും 40 ഏക്കറിൽ ഒതുങ്ങുന്നു. 40 ഏക്കർ നെൽകൃഷിയിൽ നിന്ന് നമുക്ക് 140 ടൺ മുതൽ 150 ടൺ വരെ ഉൽപ്പാദനം ലഭിക്കാറുണ്ട്. അതിന് നമ്മൾക്ക് സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടുണ്ട്. നെല്ല്, പൊന്മണി, ഊമ, മണിരത്നം എന്നിങ്ങനെയുള്ള 3 ഇനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെ 10,000 11,000 വാഴ വയ്ക്കുന്നുണ്ട്. അത് 7 ഇനത്തിൽപ്പെട്ട വാഴകളാണ് വെക്കുന്നത്. സ്വർണ്ണമുഖി, തേനി, മേട്ടുപ്പാളയം, പൂവൻ, ഞാനി, മൈസൂർ, റോബസ്റ്റ് എന്നിവ. ഇതിൽ നിന്നും നമ്മൾക്ക് ഒരു വർഷത്തിൽ 220 ടൺ മുതൽ 240 ടൺ വരെ വാഴയിൽ നിന്നും ഉൽപ്പാദനം ലഭിക്കാറുണ്ട്. അതിനു പുറമെ നമ്മൾ 10 ഏക്കർ 12 ഏക്കർ വരെ പച്ചക്കറി എല്ലാ വർഷവും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് 20 ഐറ്റം കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. തക്കാളി, മുളക്, വെണ്ട, പയറ്, ചീര, വെള്ളരി, കക്കരി, കയ്പ, മത്തൻ, കുമ്പളം, ചെരങ്ങ, പടവലം, പീച്ചി എന്നീ ഇനങ്ങളിൽപ്പെട്ട് ഓരോ ഐറ്റം തന്നെ 2-3 ഇനത്തിൽപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 200 മുതൽ 240 ടൺ വരെ പച്ചക്കറി ഒരു വർഷം ഉൽപ്പാദനം ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നതിനാൽ അല്ലലില്ലാതെ കഴിയാനും കഴിയുന്നുണ്ട്. നല്ല വരുമാനം നമ്മൾക്ക് ഇപ്പോഴും ലഭ്യമാകുന്നുണ്ട്. മുമ്പത്തെ കൃഷിയോടൊപ്പം താരതമ്യം ചെയ്ത് നോക്കിയാൽ ചെലവ് ചുരുങ്ങി. എല്ലാറ്റിനും യന്ത്രങ്ങളും ഉപാധികളുമായി. 1 ഏക്കർ മുമ്പ് കൃഷി ചെയ്യുന്ന ഈ പ്രയത്നം കൊണ്ട് ഇപ്പോൾ 10 ഏക്കർ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. സർക്കാർ സഹായങ്ങൾ, കൃഷി ഓഫീസർമാർ, ഉന്നത കൃഷി ഉദ്യോഗസ്ഥർ, സയനിസ്റ്റുകൾ, സപ്ലൈകോ, KVK, VFPCK ഉദ്യോഗസ്ഥർ, സർക്കാർ ഫാം ഉദ്യോഗസ്ഥർ, വിദേശത്തേക്ക് ഉൽപ്പാദനം കയറ്റുമതി ചെയ്യുന്ന ഏജന്റുമാർ ഇവരുടെ എല്ലാം സഹായ സഹകരണം കൊണ്ട് കൃഷിയിൽ മികച്ച വിളവും ലാഭവും ലഭിക്കുന്നു. പ്രകൃതിക്ഷോഭം, കാലാവസ്ഥാ വ്യതിയാനം ചില നഷ്ടങ്ങൾ വരുത്താറുണ്ട്. ഇൻഷൂർ പരിരക്ഷ അതിനൊരു താങ്ങാണ്. തരിശായി കിടന്ന 80 ഏക്കർ പാടത്തിനടുത്ത്
വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്രദമാകും വിധം കൃഷിയോഗ്യമാക്കി. കൃഷിയിൽ നിന്നും അത്യാവശ്യം കൃഷി ചെയ്യാൻ വേണ്ട ഭൂമിയും സാമ്പത്തികവും കൈവരിച്ചു. കൂടാതെ നിരവധി സർക്കാർ പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചതിൽ അഭിമാനിക്കുന്നു. സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, മണ്ണിലിറങ്ങി അല്പം കൃഷി ചെയ്താൽ സ്വയം ഭക്ഷ്യപര്യാപ്തരാകുന്നതോടൊപ്പം തന്നെ ആയുരാരോഗ്യവും മികച്ചതാകും. ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് പുതിയൊരു കൃഷി പരീക്ഷിച്ചു. നമ്മുടെ തവനൂര് ഇൻസ്ട്രക്ഷൻ ഫാം ഏതായാലും എന്നിട്ട് നമുക്ക് സാറ് വന്നിട്ട് നമ്മൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഏത് കൃഷി പരീക്ഷിക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും ഒരു നെല്ല് കൃഷി അത് പരീക്ഷിച്ചു. നല്ല നിലവാരമുള്ള നെല്ല് കിട്ടി, നല്ല റിസൾട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് 12 ടണ്ണ്